ശ്രീല പ്രഭുപാദിൻ്റെ ലീലാമൃത വായിച്ചയിലുള്ളതാണ് 7ാം വോള്യത്തിലുള്ള കാര്യം. ശ്രീല പ്രഭുപാദ് ബോസ്റ്റണിലേക്ക് വന്നിരുന്നു. ബോസ്റ്റണിൽ 3 ഡിവോട്ടീസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സത്സ്വരൂപ മഹാരാജ്, സത്സ്വരൂപ ദാസാണ്, അന്ന് ആദ്യകാലമാണ്. സത്സ്വരൂപദാസ്, പിന്നെ ജദുറാണി മാതാജി, പിന്നെ പ്രത്യുമ്ന എന്ന് പറഞ്ഞ പ്രഭു, 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പം പ്രഭുപാദ് ഇന്ത്യ സ്ട്രോക്ക് വന്നതിന് ശേഷം 1967 പ്രഭുപാദിനൊരു സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം മടങ്ങിയത്. എന്നിട്ട് 6 മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് തിരിച്ചു വരുന്നത് അമേരിക്കയിലേക്ക്. ആദ്യം അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലാണ് പോയത്, പിന്നാണ് അദ്ദേഹം ബോസ്റ്റണിലോട്ട് വന്നത്. ബോസ്റ്റണിൽ ഈ 3 ഡിവോട്ടീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പ്രഭുപാദ് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരൊരു കടമുറി വാടകയായിട്ട് എടുത്ത് അതൊരു ടെമ്പിളാക്കി മാറ്റി. പിന്നെ പ്രഭുപാദിന് താമസിക്കാനായിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റും വെച്ചു. അപ്പാർട്ട്മെൻറ്റും വാടകയ്ക്ക് കിട്ടി. അങ്ങനെ പ്രഭുപാദിനെ ഇൻവൈറ്റ് ചെയ്ത കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പം പ്രഭുപാദ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പം ജദുറാണി മാതാജിയാണ് പ്രഭുപാദിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വന്നത്. ജദുറാണി മാതാജി വന്നിട്ട് പൂമാല കൊണ്ടാണ് വന്നത്. പ്രഭുപാദിനെ അണിയിച്ചു. എന്നിട്ട് തിരിച്ച് കാറിലേക്ക് വന്നു. കാറിലിങ്ങനെ പോകുന്ന സമയത്ത് ഈ ജദുറാണി മാതാജി നല്ലൊരു പെയിന്ററാണ്. അപ്പം പ്രഭുപാദ് ഓൾറെഡി അവരോട് പെയിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കാറിലിങ്ങനെ സഞ്ചരിച്ച് വരുന്ന സമയത്ത് ജദുറാണി മാതാജിയോട് പ്രഭുപാദ് ചോദിച്ചു, നിന്റെ പെയിന്റിങ് ഇതൊക്കെ ഇപ്പം എങ്ങനെയായി, എന്തൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ പ്രഭുപാദ് ജദുറാണി മാതാജി പറഞ്ഞു, മറ്റ് 2 പേര്, 2 മെയിൽസ് ഉണ്ട്, പ്രത്യുമ്ന പ്രഭുവും സത്സ്വരൂപ മഹാരാജ്. അവർ 2 ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ ആണ് എല്ലാ സർവീസും വരുന്നത്. ഞാൻ പ്രഭുപാദിൻ്റെ ഒരുപാട് ലെക്ചേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ എല്ലായിടത്തും ഒട്ടിക്കണം. പ്രഭുപാദ് ആൾട്ടർ ഇരിക്കാനുള്ള വ്യാസാസനം ശരിയാക്കണം. പിന്നെ ആ അപ്പാർട്ട്മെൻറ്റിൽ കർട്ടൻസ് ഒക്കെ തുന്നണം. അങ്ങനെ ഒരുപാട് സർവീസ് കാരണം ഇപ്പം എൻ്റെ പെയിൻറ്റിങ് ഇതാണെന്ന് പറഞ്ഞു. അത്ര ഇതായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ ശ്രീല പ്രഭുപാദ് പറഞ്ഞു, ഡോണ്ട് വറി, ഐ വോണ്ട് സ്റ്റേ ഹിയർ ലോങ്. വിഷമിക്കണ്ട, ഞാനിവിടെ ഒരുപാട് നാൾ നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് അവിടെ ചെന്നു, റൂമിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അത് ഒരു 2 നില കെട്ടിടമാണ്. താഴത്താണ് പ്രഭുപാദിനുള്ള അപ്പാർട്ട്മെന്റ്. മുകളിൽ ഈ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഒക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ബൈക്സ് എല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രഭുപാദ് അകത്തേക്ക് കയറി. മുകളിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരോട് നേരത്തെ തന്നെ സത്സ്വരൂപ മഹാരാജ് പറഞ്ഞു, അവർ ഭയങ്കര മ്യൂസിക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അത് സ്വാമിജി ഇവിടെ ഉള്ള സമയത്ത് സൗണ്ട് കുറച്ചേ പാട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീല പ്രഭുപാദ് അകത്ത് കയറി നോക്കിയപ്പോൾ സത്സ്വരൂപ മഹാരാജ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്സ്വരൂപദാസ് ഇങ്ങനെ കുക്ക് ചെയ്തു. അദ്ദേഹത്തിന് ഏറ്റവും നല്ല വിഭവങ്ങൾ അറിയാവുന്നതെന്ന് വെച്ചാൽ പൂരി, അലുവ, പിന്നെ വെജിറ്റബിൾസും അങ്ങനെ കുറെ. അദ്ദേഹത്തിന് ആ കൂടെ ദാൽ, ചപ്പാത്തി അതറിയാം. പക്ഷെ പ്രഭുപാദ് വന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഇതുണ്ട്. അപ്പോൾ പ്രഭുപാദ് ചോദിച്ചു, എന്താ നീ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചിട്ട് വീണ്ടും അദ്ദേഹം തൻ്റെ കുക്കിങ്ങിൽ തന്നെ ശ്രദ്ധിച്ചു. കാരണം എന്തെങ്കിലും ചെയ്തു പോയാൽ കരിഞ്ഞു പോകുമെന്നുള്ള പേടി കാരണം അത് ചെയ്തുകൊണ്ടിരുന്നു. പ്രഭുപാദ് സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി അവിടെയൊക്കെ നോക്കി. എന്നിട്ട് അവിടെ പോയിരുന്നപ്പോഴും ജദുറാണി മാതാജി വന്നു, പറഞ്ഞു, പ്രഭുപാദ് കുറച്ചും കൂടെ അങ്ങ് റെസ്റ്റ് എടുക്കാൻ ചോദിച്ചു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, ഇല്ല, ഞാൻ ഫ്ലൈറ്റിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട് എന്ന് വെച്ചു. എങ്കിലും കുറച്ചും കൂടെ റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു, ഇങ്ങനെ തല ഇങ്ങനെ വേറൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഒരു ദിവസം മുഴുവൻ റെസ്റ്റ് എടുക്കലല്ല എൻ്റെ ജോലി എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി. അപ്പം ഈ ന്യൂയോർക്കിൽ നിന്നൊക്കെ ഡിവോട്ടീസ് പ്രഭുപാദിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ തലേന്ന് ഈ പ്രഭുപാദിന്റെ അപ്പാർട്ട്മെന്റ്സ് ശരിയാക്കാൻ വേണ്ടി ഒരുപാട് രാത്രി മുഴുവൻ ഇരുന്നുകൊണ്ട് അവരെല്ലാം ഓരോരോ റൂമിൽ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ പ്രഭുപാദ് അവരെയൊക്കെ ഇങ്ങനെ നോക്കി റൂമിലൂടെ നടന്നിട്ട് ലിവിങ് ക്വാർട്ടേഴ്സിൽ വന്നിട്ട് അവിടെ ഒരു കോച്ചുണ്ട്, അതിനകത്ത് വന്ന് ഇരുന്ന് അപ്പോഴത്തേനും എല്ലാവരും ഡിവോട്ടീസ് എല്ലാം നോക്കി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവർ നമസ്കരിച്ചു. എൻ്റെ പ്രഭുപാദ് ഇങ്ങനെ വെറുതെ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് വൃന്ദാവനത്തെക്കുറിച്ച് പറഞ്ഞു. വൃന്ദാവനത്തിൽ ആരെങ്കിലും ഡോറ് നോക്ക് ചെയ്യുകയാണെങ്കിൽ ജയരാധേ എന്നാണ് വിളിക്കുന്നത്. കാരണം രാധാറാണിയുടെ കിങ്ഡമാണ് വൃന്ദാവനം. ഇങ്ങനെ പ്രഭുപാദ് കുറച്ച് പറഞ്ഞു. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജദുറാണി മാതാജി ഇങ്ങനെ ഒരു അപ്പോളജൈസ് ആയിട്ട് പറഞ്ഞു, പ്രഭുപാദ് യഥാർത്ഥത്തിൽ അങ്ങ് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കണം എന്നാണ് ആഗ്രഹം.
ഈ സർവീസ് കൊണ്ടാണ് അങ്ങ് പറഞ്ഞ സർവീസ് എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നത് എന്നിങ്ങനെ ഒരു അപ്പോളജൈസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് അങ്ങനെ ആ ഉദ്ദേശത്തിലല്ല, അങ്ങ് വന്നതൊരു ഇൻകൺവീനിയൻസ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്. അങ്ങ് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ജ്യോതിറാണി മാജി ഇങ്ങനെ പറഞ്ഞു. അപ്പം പ്രഭുപാദ അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, the order of the spiritual master is the most important except for an emergency എന്നിങ്ങനെ പറഞ്ഞു. ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശമാണ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഏറ്റവും പരമപ്രധാനമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ ഇതേപോലുള്ള എമർജൻസികളിൽ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അതിനെ മാറ്റി. ആ ഒരു സന്ദർഭത്തിലൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു കാര്യം ജ്യോതിറാണി മാജിയോട് പ്രഭുപാദ പറഞ്ഞു. Prabhupada